നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭവാനിയാണത്ര ശരിയൊന്നും അല്ല, എന്നാലും അവളുടെ ബിരിയാണി പുട്ട് കൊള്ളാവോ ഒന്ന് നോക്കണം. പുറത്തു പോകാൻ പോയാള് തിരിച്ചു വന്നതിന്റെ കാരണം മനസ്സിലായി. ജഗം വരുന്നത് വരെ ക്ഷമിച്ച പുട്ട് പ്രകാശേട്ടനും കഴിക്കാം. കയ്യിലുള്ള പൈസയും ഭദ്രം. ബിരിയാണി പുട്ട് മോളെ 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 ഭയങ്കര ക്ഷീണം അമ്മേ, കുറച്ചു നേരം കൂടി കിടന്നോട്ടെ. ദേ മോളെ, ദേ ഉറക്കം കൂടിയാലും അത് ആരോഗ്യത്തിന് കേടാ, മറക്കണ്ട. കുറച്ചു നേരം കൂടി പ്ലീസ്. എടി മോളെ, എന്റെ ആവശ്യം നിന്റെ ആവശ്യം എന്നൊക്കെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാമെന്നല്ലേ അന്ന് ധാരണയായിരുന്നത്. അന്നത്തെ ധാരണ ഇതായിരുന്നില്ലല്ലോ. ഹർഷനെ എത്രയും വേഗം കണ്ടുപിടിച്ച് തരാന്ന് ഒരു ഓപ്ഷൻ നീയാണ് മുന്നോട്ട് വെച്ചത്. അതിന് പ്രത്യുപകാരമായി എഴുത്തിയോ? എന്താ എടുത്തി? ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. ഹരിതയുടെ ആങ്ങള ജഗൻ വന്നിട്ടുണ്ട്. ജഗൻ ചേട്ടൻ വന്നോ? സത്യം? സത്യം. ഞാനെന്റെ കണ്ണോണ്ട് കണ്ടതല്ലേ. വഴക്കിനും വക്കാണത്തിനൊന്നും വന്നതല്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. വിശ്വസിക്കണം. വെറും കൈയോടെ അല്ല ജഗൻ വന്നിരിക്കുന്നെ. ഭവാനി അമ്മ കൊടുത്തുവിട്ട ബിരിയാണി പുട്ടുമായിട്ടാ. ബിരിയാണി പുട്ടോ? എന്റെ അച്ഛമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി പുട്ടിനുള്ള ടേസ്റ്റായ ഒരു പലഹാരവും ഈ ലോകത്തുണ്ടാവില്ല. അത് അച്ഛമ്മ ഈ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ മഹാ അത്ഭുതം തന്നെ. സ്നേഹത്തോടെ നിന്റെ ഏട്ടൻ ജഗൻ ഈ വീട്ടിൽ വന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഥവാ വന്നിട്ടുണ്ടെങ്കിലും എന്നെ അളിയനായി പരിഗണിക്കൊന്നും തോന്നുന്നില്ല. എന്നങ്ങ് വിധി എഴുതാതെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ ജഗന്റെ ശത്രുതയെല്ലാം തീർന്നെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതല്ലേ. എല്ലാ കാര്യങ്ങൾക്കും ജഗൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ. അതൊക്കെ കല്യാണത്തോടെ കഴിഞ്ഞു എന്നാ വിചാരിച്ചത്. ഇതിപ്പോ എന്താടാ, എന്റെ സഹോദരൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ജഗനും ആ അച്ചമക്കളവിയൊക്കെ എന്നെ തനി പട്ടിയായിട്ടല്ലേ കണ്ടത്. പലപ്പോഴും നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് ഞാൻ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോഴൊക്കെ ജഗൻ വന്ന് എത്ര നികൃഷ്ടമായിട്ടാ എന്നോട് പെരുമാറിയിട്ടുള്ളത്. തൊഴിലൊന്നും ഇല്ലെങ്കിൽ ഗേറ്റിൽ പട്ടിയെ പോലെ വാലായിട്ട് നിന്നാ മതി, ശമ്പളം തരാമേ എന്നുവരെ ആക്ഷേപിച്ചില്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.